റെസ്റ്റോറേറ്റീവ് ട്രീറ്റ്മെന്റ്. നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായ പല്ലുണ്ടെങ്കിൽ താഴെ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാരീതികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫില്ലിംഗ്സ്, ഇൻലേ, ഓൺലേ, ക്രൗൺസ്. പല്ലടച്ചു കഴിഞ്ഞാൽ അത് അണുക്കളെ പുറന്തള്ളുകയും പല്ലിന്റെ രൂപഘടന നിലനിർത്തുകയും ചെയ്യുന്നു. പല്ലിന് എത്രത്തോളം കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ചെറിയ കേടുള്ള പല്ലുകളിൽ സാധാരണയായി സിൽവറോ അഥവാ പല്ലിന്റെ നിറമുള്ള ഫില്ലിങ്ങുകളോ ആണ് ഉപയോഗിക്കാറ്. ഇവ ആദ്യ വരവിൽ തന്നെ ചെയ്യാവുന്നതാണ്. അധികം കേടുള്ള പല്ലുകൾക്ക് ഇവർ താങ്ങാനുള്ള ശേഷിയില്ലാത്തതിനാൽ ക്രൗണുകളും ഇൻലേകളും ഓൺലേകളുമാണ് നിർദ്ദേശിക്കാറ്. ക്രൗണുകൾ പല്ലിനെ മുഴുവനായി ആവരണം ചെയ്യുകയും അതിനോടൊപ്പം അതിന്റെ രൂപഘടനയെയും പ്രവർത്തനത്തെയും സംരക്ഷിക്കുന്നു. സാധാരണയായി ക്രൗണുകൾ ബലക്ഷയം സംഭവിച്ച പല്ലുകളിലും വേര് ചികിത്സ കഴിഞ്ഞ പല്ലുകളിലുമാണ് നിർദ്ദേശിക്കാറ്. സാധാരണ ഫില്ലിങ്ങുകൾക്കും ക്രൗണുകൾക്കും ഇടയ്ക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇൻലേകളും ഓൺലേകളും നിർദ്ദേശിക്കുന്നത്. പല്ലിന്റെ ചാലുകളിലും ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളിലുമാണ് സാധാരണയായി ഇൻലേകൾ ഉപയോഗിക്കാറ്. ദീർഘകാലം നിലനിൽക്കുന്ന ഫില്ലിങ്ങുകൾക്ക് വേണ്ടി ഇൻലേകളാണ് ഉപയോഗിക്കാറ്. ഓൺലേകൾ പൊതുവെ ക്രൗണുകളെപ്പോലെ പല്ലിന്റെ വലിയൊരു ഭാഗം ആവരണം ചെയ്യുന്നുണ്ട്. ബലമുള്ള പല്ലുകളിൽ ചവയ്ക്കുന്ന പ്രതലങ്ങളിൽ മാത്രം കേട് കണ്ടുവരുന്നുണ്ടെങ്കിൽ ക്രൗണുകൾക്കുപരി ഓൺലേകളാണ് നിർദ്ദേശിക്കുന്നത്. പല്ലുകളെ ബാധിക്കുന്ന കേടുകൾ ഒരിക്കലും സ്വയം പോകുന്നതല്ല. ശക്തമായ ഇനാമലുകളിൽ അതിന്റെ വളർച്ച പതിയെയാണ് തുടങ്ങാറെങ്കിലും അതിനുള്ളിലുള്ള മൃദുവായ ഡെന്റൈൻ എത്തുമ്പോഴേക്കും അത് വളരെ വേഗം പടർന്ന് പല്ലിന്റെ പൾപ്പിനെയും ബാധിക്കുന്നു. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ പല്ലിനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പല്ലുകൾ ദന്തചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നതാണ്.